ടാരോ ഹീലിംഗ് വിത്ത് ശ്രീരുദ്രിലേക്ക് ഏവർക്കും സ്വാഗതം. മീനമാസത്തിൻ്റെ ഫലത്തിനെ കുറിച്ചിട്ടാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. 4 കാർഡുകൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കാർഡായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ക്വീൻ ഓഫ് സോർഡ്സ് എന്ന കാർഡാണ്. മൂല്യനിർണ്ണയവും വ്യക്തതയുമാണ് ഈ കാർഡ് കൂടുതലായി സൂചിപ്പിക്കുന്നത്. ഈ മാസം കൂടുതലായുള്ള വികാരപരമായതോ അനാവശ്യമായതോ ആയുള്ള ബന്ധങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറാകേണ്ട സമയമായി കാണുന്നുണ്ട്. ബുദ്ധിപരമായ തീരുമാനങ്ങൾ ലൈഫിൽ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. വേദനയോ സുഖമോ നഷ്ടമോ ഉണ്ടായാലും അവ നിങ്ങളുടെ വലിയ മുന്നേറ്റത്തിനുള്ള വഴിയൊരുക്കും. ആരുടെയെങ്കിലും ഉചിതമായ ഉപദേശം അല്ലെങ്കിൽ നിർദ്ദേശം നിങ്ങളുടെ ദിശ മാറ്റിയേക്കാം. ഇനി രണ്ടാമതായി നമുക്ക് കിട്ടിയിരിക്കുന്ന ഡെത്ത് എന്ന കാർഡാണ്. ഇതൊരു മാറ്റത്തെയും പുനരാരംഭത്തെയും ഒക്കെ കുറിക്കുന്ന ഒരു കാർഡാണ്. പഴയ ഒരവസ്ഥ അവസാനിച്ചേക്കാം എന്ന് കാണുന്നുണ്ട്. അതൊരു പക്ഷേ ബന്ധങ്ങളിലാകാം, കരിയറിലോ ആത്മീയ സംവേദനങ്ങളിലോ മാറ്റമോ ഒക്കെ ആകാം. പഴയതിൻ്റെ അവസാനത്തോടെ പുതിയൊരു അവസരം വന്നു ചേരും. ചിലരിൽ ജീവിതശൈലി, ഉദ്ദേശങ്ങൾ, വ്യക്തിത്വം എന്നിവയിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി മൂന്നാമതായി നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് 3 ഓഫ് സോർഡ്സ് എന്ന കാർഡാണ്. ഇത് വേദന, മനസ്സിലെ ചിന്തകൾ എന്നിവയെ കുറിക്കുന്ന ഒരു കാർഡാണ്. ഒരു വേദനാജനകമായ അനുഭവം ഉണ്ടാകാനുള്ള സാധ്യത ചിലരിൽ കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ സമ്പത്തിലോ ബന്ധത്തിലോ വ്യവസായത്തിലോ സൗഹൃദത്തിലോ അല്ലെങ്കിൽ ആത്മീയപരമായോ ഒക്കെ ആകാം. ദുഃഖം അതിജീവിക്കാനായി ഉള്ളിൽ ഒതുക്കി വയ്ക്കാതെ മനസ്സും ഹൃദയവും തുറന്ന് ഇരിക്കേണ്ടത് അത്യാവശ്യമായിട്ട് ഈ കാർഡ് സൂചന നൽകുന്നുണ്ട്. ഇത് നാലാമതായി നമുക്ക് കിട്ടിയിരിക്കുന്നത് 4 ഓഫ് കപ്സ് എന്ന കാർഡാണ്. അവസരങ്ങളുടെ തിരിച്ചറിയലുകളാണ് ഈ കാർഡ് നൽകുന്ന സൂചന. മുന്നിൽ വരുന്ന അവസരങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക എന്നാണ് ഈ കാർഡിലൂടെ സൂചന ലഭിക്കുന്നത്. ചില അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തിയേക്കാം, എന്നാൽ നിങ്ങൾക്ക് അവയെ പരിഗണിക്കാനുള്ള താല്പര്യം ഉണ്ടായി എന്ന് വരില്ല. പഴയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലാണ് നിങ്ങളുടെ മനസ്സെന്ന് കാണുന്നുണ്ട്. അതിനാൽ പുതിയ അവസരങ്ങൾ, സാധ്യതകൾ കൈവിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങുക. പുതിയ ബന്ധങ്ങളോ നേട്ടങ്ങളോ വരുമ്പോൾ അവഗണിക്കരുത്. പഴയ ചിന്തകളെ ഉപേക്ഷിക്കുക എന്നാണ് ഈ കാർഡ് നൽകുന്ന സൂചന. പഴയ സാമ്പത്തിക പ്രശ്നങ്ങൾ അവസാനിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ കഴിയും. പുതിയ ബിസിനസ് ആശയങ്ങൾ എന്നിവ ആലോചിക്കുന്നവർക്ക് ഇതൊരു നല്ല സമയമാണെന്ന സൂചന ലഭിക്കുന്നു. ഈ കുടുംബങ്ങളിലും ബന്ധങ്ങളിലും നോക്കുമ്പോൾ ചില ബന്ധങ്ങളിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാം. പ്രത്യേകിച്ച് നേരത്തെ പരിഹരിക്കാതിരുന്ന വിഷയങ്ങൾ വല്ലതും ആണെങ്കിൽ അത് ചിലപ്പോൾ ചില പ്രോബ്ലങ്ങൾ ഉണ്ടാക്കിയേക്കാം. കുടുംബത്തിൽ ആരെങ്കിലും വിദേശത്തേക്ക് പോകുവാനോ അല്ലെങ്കിൽ താമസം മാറാനുള്ള സാധ്യത ചിലരിൽ കാണുന്നുണ്ട്. പഴയ ചില സൗഹൃദങ്ങൾ പുനഃസ്ഥാപിക്കാൻ അവസരങ്ങൾ കാണുന്നുണ്ട്. ഹെൽത്ത് വൈസ് നോക്കുവാണെങ്കിൽ പഴയ ചില ആരോഗ്യ പ്രശ്നങ്ങൾ അവസാനിക്കും. ആരോഗ്യപരമായി ബുദ്ധിമുട്ടിയിരിക്കുന്നവർക്ക് ഇതൊരു നല്ലൊരു മാസത്തിൻ്റെ തുടക്കമായിരിക്കാം. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായി ധ്യാനം, പ്രാർത്ഥന എന്നിവ നടത്തുക. മാനസികമായ പിരിമുറുക്കങ്ങൾ മാറാൻ ചിലർക്ക് വിശ്രമം അനിവാര്യമായി എന്നും വരാം. ഈ മാസം ചിലർക്ക് പുതിയ ആത്മീയ ദിശകൾ തുറക്കാൻ സാധ്യതയുണ്ട്. ചില പുതിയ സന്ദേശങ്ങൾ ചിലർക്ക് ലഭിച്ചേക്കാം. പഴയ കർമ്മഫലങ്ങൾ തീരുന്ന ഒരു ഘട്ടമായിരിക്കാം ഇത്. ഇനി ഈ 4 കാർഡുകളും കൂടി ചേർത്ത് വായിക്കുമ്പോൾ പഴയത് വിട്ട് പുതിയവ സ്വീകരിക്കാനും വേദനകൾ അനുഭവപ്പെട്ടാൽ അതിലൂടെ പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും പുതിയ അവസരങ്ങൾ കൈവിടാതിരിക്കാനും ജീവിതത്തിൽ പുതിയ വഴികൾ തുറക്കാൻ ഈ മാസം നിങ്ങളെ സഹായിക്കും എന്നുള്ളതുമാണ് ഈ കാർഡുകളിലൂടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സൂചന. ഈ മീനമാസം പുതിയ തുടക്കങ്ങൾക്കുള്ള ഒരു അവസരമാകട്ടെ എല്ലാവർക്കും. അപ്പോൾ ഈ റീഡിംഗ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. അടുത്തൊരു റീഡിങ്ങിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു മാസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.